അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദ്വല്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും കടത്തെ തൊട്ടും രോഗത്തെ തൊട്ടും എല്ലാ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെയൊക്കെയും മനസ്സിൽ നിറവേറിക്കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല മുറാദുകൾ ഉണ്ട്. അതൊക്കെയും ഞങ്ങൾ പറയാതെ തന്നെ നിനക്ക് അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നീ പെട്ടെന്ന് ഹാസിലാക്കി തരണേ റബ്ബേ. ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഭാര്യമക്കൾ കുടുംബത്തിനും എല്ലാവർക്കും നീ ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്ക് റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നമ്മൾ ഇന്ന് നിലകൊള്ളുന്നത് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലാണല്ലോ. ഈ മാസത്തിൽ ഇനിയുള്ള ദിവസമെങ്കിലും നമുക്ക് ധാരാളം അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്തെടുക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും എല്ലാ കാര്യത്തിലും അള്ളാഹു വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല 10 ദിവസങ്ങളെ സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ള 10 ദിവസങ്ങളാണ് ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ ഈ ആദ്യത്തെ 10 ദിവസങ്ങൾ. അതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൽപ്പെട്ട വലിയ പ്രധാനപ്പെട്ട രാവുകളാണ് നമ്മിലേക്ക് ഇനി കടന്നു വരാൻ പോകുന്നത്. വലിയ മഹത്വം നിറഞ്ഞ രാവുകളാണ് ദുൽഹിജ്ജ 10 വരെയുള്ള രാവുകൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഒരാൾ 5 രാവുകളെ 5 രാത്രികളെ അള്ളാഹുവിന് വേണ്ടിയിട്ട് ധാരാളം ഇബാദത്തെടുത്ത് ധന്യമാക്കിയാൽ അവനിക്ക് സ്വർഗം ഉറപ്പാണ് എന്ന്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന ഈ 5 രാവുകളിൽ ഒരു രാവാണ് ദുൽഹിജ്ജ 8ാമത്തെ രാവ്. അതുപോലെ തന്നെ 2ാമത്തെ രാവാണ് ലൈലത്തുൽ അറഫ, അറഫയുടെ രാവ്, ദുൽഹിജ്ജ 9ാമത്തെ രാവ്. അതുപോലെ തന്നെ 3ാമത്തെ രാവാണ് വലിയ പെരുന്നാളിൻ്റെ രാവ്. വലിയ പെരുന്നാളിൻ്റെ രാവ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന രാവാണ്. അതുപോലെ തന്നെ 4ാമത്തെ രാവാണ് ചെറിയ പെരുന്നാളിൻ്റെ രാവ്. അതുപോലെ തന്നെ 5ാമത്തെ രാവാണ് ശഅബാൻ മാസത്തിലെ ബറാഅത്ത് രാവ്. ഈ 5 രാവുകളിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ദുആക്ക് ഇജാബത്ത് ഉറപ്പാണ്. അതുകൊണ്ട് നമ്മിലേക്ക് കടന്നു വരുന്ന ഇന്നു മുതൽ വലിയ പെരുന്നാൾ വരെയുള്ള വലിയ മഹത്വമേറിയ രാവുകൾ, ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന രാവുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ, രോഗങ്ങൾ കൊണ്ടും കടങ്ങൾ കൊണ്ടും മറ്റു പല പ്രതിസന്ധികൾ കൊണ്ടും നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രാവുകളിൽ നിർബന്ധമായിട്ടും അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. എന്നാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു തആല ആ ദുആ ഉറപ്പായിട്ടും സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത്തരത്തിൽ വലിയ മഹത്വമേറിയ വലിയ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളും രാവുകളും മാസങ്ങളും ഒന്നും നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ആ സമയത്ത് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് ധാരാളം ഇബാദത്തെടുത്തിട്ടും സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും പരിശുദ്ധ ഖുർആൻ ഓതിയിട്ടും ദിക്റുകൾ ചൊല്ലിയിട്ടും സ്വലാത്തുകൾ അധികരിപ്പിച്ചിട്ടും നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം നിറവേറ്റിത്തരുന്നതാണ്. അതുകൊണ്ട് നമ്മിലേക്ക് കടന്നു വരുന്ന വലിയ മഹത്വമേറിയ ഈ രാവുകളിൽ നിങ്ങൾ ധാരാളമായിട്ടും ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ സൂറത്ത് നിങ്ങൾ ഓതുക. ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ സൂറത്ത് നിങ്ങൾ ഇന്നു മുതൽ തുടങ്ങി പെരുന്നാളിൻ്റെ രാവ് വരെ നിങ്ങൾ ധാരാളമായിട്ടും പാരായണം ചെയ്യുക. അങ്ങനെ നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാകില്ല,
മാത്രമല്ല നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും. ഇത് നിങ്ങൾ ഈ ദിവസങ്ങളിൽ മാത്രമല്ല, നിങ്ങൾ ഈ ദുൽഹിജ്ജ മാസത്തിലും നിങ്ങൾ എല്ലാ ദിവസത്തിലും നിങ്ങൾ ഈ സൂറത്ത് പാരായണം ചെയ്യുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നിങ്ങളുടെ മരണം വരെ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല, പണത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. കടങ്ങളുള്ളവർക്ക് കടങ്ങൾ വീടിക്കിട്ടുകയും മരണം വരെ നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് പണം ധാരാളം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ഉള്ള സമ്പത്തിൽ ബറക്കത്ത് ഉണ്ടാവുകയും ചെയ്യും. നമുക്കറിയാം, ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ കുടുംബക്കാരുടെ ഇടയിലും നാട്ടുകാരുടെ ഇടയിലുമൊന്നും പണമില്ലെങ്കിൽ ഒരു വിലയും ഉണ്ടാകില്ല. എന്നാൽ ഇന്ന് ധാരാളം ആളുകളും ജോലി പോലും ഇല്ലാതെ, സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതെ വലിയ കടക്കാരായിട്ട് ജീവിക്കുന്നവരാണ് ഇന്ന് ധാരാളം ആളുകളും. എന്നാൽ ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങളിലും ഭൂരിഭാഗം ആളുകളും കടക്കാരായിരിക്കും. നിങ്ങളുടെ കടങ്ങളൊന്ന് വീടിക്കിട്ടുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പരിഹാരമാർഗം തേടിയിട്ടായിരിക്കും നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നത് തന്നെ. എന്നാൽ ജീവിതത്തിൽ ജോലിയില്ലാതെയും സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാതെയും അതുപോലെ തന്നെ വലിയ ഭീമമായ തുക കടക്കാരായിട്ടും ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ആളുകൾ, ഞാൻ ഈ പറഞ്ഞു തരുന്ന സൂറത്ത് നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാകില്ല, നിങ്ങളുടെ ജീവിതത്തിൽ കടമുണ്ടാവില്ല. നിങ്ങളുടെ ആ കടങ്ങൾ വീട്ടാനുള്ള നല്ല ഹലാലായ മാർഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കാണിച്ചു തരും. മാത്രമല്ല നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച നിങ്ങൾക്ക് നൽകും. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 5 വക്ത് നിസ്കാരം എല്ലാ ദിവസവും നിങ്ങൾ അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിങ്ങൾ നിസ്കരിക്കണം. ദാരിദ്ര്യമില്ലാതെ ജീവിക്കാൻ രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ കിടന്നുറങ്ങാതിരിക്കുക. ഇന്ന് കൂടുതൽ ആളുകളുടെയും ഒരു സ്വഭാവശീലമാണ് സുബ്ഹിക്ക് ശേഷം കിടന്നുറങ്ങുക. സുബ്ഹിക്ക് ശേഷം കിടന്നുറങ്ങിയാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ആ ദിവസത്തിൽ ഒരു കാര്യത്തിലും നമുക്ക് ബറക്കത്തുണ്ടാകില്ല. അത് നമ്മൾ ചെയ്യുന്ന ജോലിയിലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിലും നമുക്ക് ബറക്കത്തുണ്ടാകില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് സുബ്ഹിക്ക് ശേഷം കിടന്നുറങ്ങുക എന്നുള്ളത്. എന്നാൽ ആ സമയത്ത് എല്ലാവർക്കും കിടന്നുറങ്ങാൻ വലിയ സുഖമായിരിക്കും. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശൈത്താൻ നമ്മെ വലിയ രീതിയിൽ സുഖിപ്പിച്ച് ഉറക്കുന്ന സമയമാണ് അത്. കാരണം അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ശൈത്താൻ നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നത് ഇല്ലാതെയാക്കുകയും ചെയ്യും. അതാണ് ശൈത്താൻ്റെ പണി. അതുകൊണ്ടാണ് ഇന്ന് ധാരാളം ആളുകൾക്കും നിസ്കരിക്കാനും ഖുർആൻ ഓതാനും ദിക്റുകൾ ചൊല്ലാനും സ്വലാത്ത് ചൊല്ലാനൊക്കെ വലിയ മടിയുണ്ടാകുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശൈത്താൻ്റെ കെണിയിൽ നമ്മൾ കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ദുനിയാവിലും ആഖിറത്തിലും പരാജയപ്പെടും. കാരണം ശൈത്താൻ നമ്മുടെ പരാജയം ആഗ്രഹിക്കുന്നവനാണ്. അതിനു വേണ്ടിയിട്ട് അവൻ എന്തും വേണമെങ്കിൽ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും ശൈത്താൻ്റെ ശല്യത്തിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരിക്കലും 5 വക്ത് നിസ്കാരം നിങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കരുത്. മാത്രമല്ല നിങ്ങൾ എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരം ഖളാഅതെ നിസ്കരിക്കണം. നിങ്ങൾ എണീൽക്കാൻ നല്ലത്, ഏറ്റവും നല്ലത് സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ അല്പം മുമ്പ് എണീറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുക. എന്നതിന് ശേഷം സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ കിടന്നുറങ്ങാതിരിക്കുക. നിങ്ങൾ ആ നിസ്കാരപ്പാഴയിൽ അതുപോലെ ഇരുന്നാൽ തന്നെ നിങ്ങൾക്ക് വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. ഇനി നിങ്ങൾ ഖുർആൻ എടുത്ത് ഖുർആൻ ഓതില്ലെങ്കിലും ആ ഖുർആനിലേക്ക് നോക്കി നിന്നാലും നിങ്ങൾക്ക് വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. ഇങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരത്തിന് ശേഷം കിടന്നുറങ്ങാതെ നിന്നാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ബറക്കത്തുണ്ടാകും. നിങ്ങൾ ചെയ്യുന്ന ജോലിയിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും ബറക്കത്തുണ്ടാകും. അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും.
മാത്രമല്ല നിങ്ങൾക്ക് ആ ദിവസങ്ങളിൽ വലിയ സന്തോഷവും സമാധാനവുമായിരിക്കും. നിങ്ങൾക്ക് ആ ദിവസം ടെൻഷൻ ഉണ്ടാകില്ല. മാത്രമല്ല ഞാൻ ഈ കാര്യം പ്രധാനമായിട്ടും ഇവിടെ എടുത്തു പറയാൻ കാരണം നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാകില്ല. സുബ്ഹി നിസ്കാരത്തിന് ശേഷം കിടന്നുറങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ദാരിദ്ര്യമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതെ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാനും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കടങ്ങളും നമുക്ക് പെട്ടെന്ന് വീടിക്കിട്ടുവാനും നമ്മൾ ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസിന് വലിയ മഹത്വങ്ങളുണ്ട്, വലിയ ഫലങ്ങളുണ്ട്. ഈ സൂറത്ത് നമ്മൾ ഒരു പ്രാവശ്യം ഓതിയാൽ തന്നെ പരിശുദ്ധ ഖുർആനിൻ്റെ 1/3 നമ്മൾ ഓതിയതിൻ്റെ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നത്. എന്നാൽ ഈ സൂറത്ത് 3 പ്രാവശ്യം ഓതിയാൽ പരിശുദ്ധ ഖുർആൻ മുഴുവനും ഓതിയതിൻ്റെ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരെങ്കിലും ഒരാൾ 11 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അവനിക്ക് പരിശുദ്ധമായ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു കൊട്ടാരം നിർമ്മിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. മാത്രമല്ല അവൻ്റെ ശരീരത്തിനെ അല്ലാഹു സുബ്ഹാനഹു തആല നരകത്തിൽ നിന്നും ഹറാമാക്കും. അതായത് നരകത്തിൽ അവനെ ഇടില്ല. ഒരു ഹദീസിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് ഒരു മനുഷ്യൻ പരാതി പറയുകയാണ്, നബിയെ, ഞാൻ എപ്പോഴും ദാരിദ്ര്യത്തിലാണ്, എപ്പോഴും വലിയ ബുദ്ധിമുട്ടിലാണ് എൻ്റെ ജീവിതം, ഞാൻ വലിയ വിഷമത്തിലാണ്, വലിയ പ്രയാസത്തിലാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് നബിയെ എന്ന് ആ മനുഷ്യൻ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുത്തു, നീ നിന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയുക. അതിനി വീട്ടിൽ ആൾ ഉണ്ടെങ്കിലും ആളില്ലെങ്കിലും നീ സലാം പറയുക. എന്നിട്ട് നീ വീട്ടിൽ കയറുക. എന്നതിന് ശേഷം എൻ്റെ മേലിൽ നീ സ്വലാത്തും സലാമും പറയുക. എന്നിട്ട് നീ സൂറത്തുൽ ഇഖ്ലാസ് 1 പ്രാവശ്യം പാരായണം ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തതുപോലെ ജീവിതത്തിൽ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല ആ മനുഷ്യനിക്ക് റിസ്കിൻ്റെ വാതിലുകൾ തുറന്നു കൊടുത്തു, ധാരാളം സമ്പത്ത് നൽകി. പണത്തിൻ്റെ കാര്യത്തിൽ ആ മനുഷ്യന് പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. ധാരാളം പണം അല്ലാഹു സുബ്ഹാനഹു തആല ആ മനുഷ്യന് നൽകി. അങ്ങനെ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം ഇല്ലാതെയാകുകയും ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ആനന്ദവും ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളും ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത ആളുകളും ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ആഗ്രഹിക്കുന്ന ആളുകളും ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യമില്ലാതെയാകുവാനും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുവാനും എല്ലാവരും ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ ഇന്നു മുതൽ തന്നെ എല്ലാ ദിവസവും നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് 11 പ്രാവശ്യം ചുരുങ്ങിയത് ഓതുക. ധാരാളം ഓതുന്നതാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ വരുന്ന വലിയ പെരുന്നാളിൽ വരെയുള്ള എല്ലാ രാവുകളിലും നിങ്ങൾ ധാരാളമായിട്ടും സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. അതുകൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു തആല നൽകുക. അപ്പോൾ അവസാനമായിട്ട് ഞാൻ വീണ്ടും പറയുകയാണ്, എല്ലാ ദിവസവും നിങ്ങൾ ചുരുങ്ങിയത് 11 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.